എല്ലാവർക്കും നമസ്കാരം. പ്രിയ ഭക്തരെ, സന്തോഷം ഈ ഒരൊറ്റ വാക്കിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും അധ്വാനിക്കുന്നത്, അല്ലേ? സമ്പത്തിലും ബന്ധങ്ങളിലും നേട്ടങ്ങളിലും സന്തോഷം തേടി നാം കുറേ അലയാറുണ്ട്, അല്ലേ? എന്നാൽ യഥാർത്ഥ സന്തോഷം എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഏറ്റവും വലിയ ജീവിത പാഠങ്ങളിലൊന്നായ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ യഥാർത്ഥ സന്തോഷം എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് പണം, പ്രശസ്തി, നല്ല വീട്, പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കുറേ ലൈക്കുകൾ ഇതൊക്കെയാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നത് എന്നാണ്. എന്നാൽ ഈ സന്തോഷം എത്ര കാലം നിലനിൽക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സന്തോഷം ഇല്ലാതാവും. കാരണം എന്താണ്? പുതിയ മോഡൽ വരുമ്പോൾ പഴയതിൽ മടുപ്പ് തോന്നും, അല്ലേ? ഇത് പുറത്തു നിന്നുള്ള സന്തോഷമാണ്, ക്ഷണികമായ സന്തോഷമെന്ന് നമുക്കിതിനെ പറയാം. ഭഗവത്ഗീത ഈ ക്ഷണികമായ സന്തോഷത്തിനപ്പുറം ശാശ്വതമായ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ് നിഷ്കാമ കർമ്മം, അതായത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തെ ആശ്രയിക്കാതെ നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുക എന്നത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഇത് ഗീതയിലെ ഏറ്റവും പ്രശസ്തമായൊരു ശ്ലോകമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇങ്ങനെയായിരിക്കണമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടാതിരിക്കുക. ഫലം ഭഗവാന് സമർപ്പിക്കുക. ഈ മനോഭാവം നമ്മുടെ സമാധാനം നൽകിക്കൊണ്ടേയിരിക്കും. ആ സമാധാനമാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുക, ബാക്കി അത് നല്ല വൃത്തിയോടുകൂടി മാത്രം ചെയ്യുക, നല്ല സത്യസന്ധതയോടു കൂടിയും ആത്മാർത്ഥമായും ചെയ്യുക. ബാക്കി എന്താണോ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ കർമ്മം എന്താണോ അത് നന്നായി ചെയ്യുക, ബാക്കിയെല്ലാം നമ്മുടെ ഭഗവാൻ നോക്കിക്കോളും കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് നല്ലൊരു വീട് വെക്കുക എന്നുള്ളതെങ്കിൽ നമ്മൾ ആദ്യം അതിന് വേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മളിൽ കഴിയുന്ന വിധം ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കി ഫൈനൽ റിസൾട്ട് നമ്മുടെ ഭഗവാൻ നോക്കിക്കോളും. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മനസ്സ് മിത്രവുമാവാം ശത്രുവുമാവാം. അനിയന്ത്രിതമായ മനസ്സാണ് നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും പ്രധാന കാരണം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലേ? കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷം കണ്ടെത്താൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ധ്യാനം, പ്രാർത്ഥന, നല്ല ചിന്തകൾ എന്നിവയുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സങ്കടങ്ങളുമില്ല ദുഃഖങ്ങളുമില്ല. എന്തുമാത്രമേ ഉള്ളൂ? നല്ല അച്ചടക്കമുള്ള മനസ്സായി മാറിയിട്ട് അവിടെ സന്തോഷം മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം കൂടികൊള്ളുന്നു എന്നാണ്. ഒരു പുൽക്കൊടിയിൽ മുതൽ ഒരു മനുഷ്യനിൽ വരെ ഭഗവാന്റെ അംശമുണ്ട്. ഈ ലോകത്തെ എല്ലാത്തിനെയും സമഭാവനയോടെ കാണുമ്പോൾ നമുക്ക് അവരോട് വിദ്വേഷം തോന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയും. നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നിനെയും സ്നേഹത്തോടെ കാണുമ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മളിലേക്ക് തന്നെ ഒഴുകിയെത്തും. അതായത് ഞാനെന്നോ നീയെന്നോ അവനെന്നോ അവളെന്നോ എന്നൊന്നും ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സന്തോഷിപ്പിക്കുവാനും ഒരുപോലെ സ്നേഹിക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ സന്തോഷം വന്നു നിറയും. അപ്പോൾ യഥാർത്ഥ സന്തോഷം എവിടെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അല്ലേ? നിഷ്കാമ കർമ്മത്തിലൂടെയും മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെയും സമഭാവനയിലൂടെയും ആത്മാവിനെ ഭഗവാനുമായി ബന്ധിപ്പിക്കുന്നതിലൂടെയും നമുക്ക് ഈ ശാശ്വത സന്തോഷം നേടാൻ കഴിയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകിയ ഈ ജീവിത പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സന്തോഷം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും ലഭിക്കുന്ന ശാശ്വതമായ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഭഗവാനെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കാനും ശ്രമിക്കുക. ആ മാറ്റം നിങ്ങളിൽ സന്തോഷം നിറയ്ക്കുക തന്നെ ചെയ്യും. എല്ലാവരും
ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ നിങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.